ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കഷ്ണങ്ങളൊക്കെ കഴുകി നുറുക്കി മാറ്റി വയ്ക്കുക. പിന്നെ പരിപ്പ് വേവിക്കാൻ വയ്ക്കുക. മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കുക. അത് വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുക്കണം. ആ തേങ്ങ വറുക്കണതിൽ കുറച്ച് പരിപ്പും കുറച്ച് മല്ലിയും വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, കുറച്ച് കായും ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറുക്കുക. വറുത്ത് വരുമ്പോൾ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കുക. പരിപ്പൊക്കെ ഇട്ട് വറുക്കുമ്പോൾ കറിക്ക് ഒത്തിരി കട്ടി കിട്ടും കേട്ടോ. പിന്നെ പരിപ്പ് വെന്തയിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് വേവുള്ള കഷ്ണങ്ങളാട്ടോ ഇട്ട് കൊടുക്കുക. കായും ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികൾ മല്ലിപ്പൊടി, മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കുന്ന വരെ വേവിക്കുക. അതിന് ശേഷം അത് ചൂടാറിയതിന് വിസിൽ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് തക്കാളിയും വെണ്ടയ്ക്കും വഴുതനങ്ങയും ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ട് കറി നന്നായി ഒന്ന് വേവണം കിടന്നിട്ട് കുറച്ചധികം സമയം തന്നെ 10-15 മിനിറ്റ് നന്നായി ഒന്ന് വെന്ത് വരണം. ആ സമയത്ത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാമ്പാറിന് നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുറവ് മല്ലിപ്പൊടി, മുളകും പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ അരയ്ക്കുക. തേങ്ങ അരയ്ക്കുമ്പോൾ വറുത്ത് വെച്ച തേങ്ങ അരയ്ക്കുമ്പോൾ അതിലൊരു വലിയ സ്പൂണ് പച്ചത്തേങ്ങയും കൂടി ചേർത്തിട്ട് അരയ്ക്കുക. അത് അരച്ചിട്ട് ചേർത്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലതും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കടുകും ഉലുവയിട്ടിട്ട് വറവിടുക. വേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഇത് 2-3 ദിവസം വരെയൊക്കെ കേടുവരാതിരിക്കും പുറത്ത് തന്നെ കേട്ടോ. തിളപ്പിച്ച് കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ.